ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് വന്നേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2024 നമ്മളിപ്പോൾ ഒരു മിഡ് വേയിലെത്തി. ഇനി നമ്മൾ മേടിക്കുന്ന ലാപ്ടോപ്സ് എന്തൊക്കെ കാര്യങ്ങൾ റിക്വയർമെന്റ്സ് മിനിമം നിങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നില്ല. ഇപ്പം ഡിമാൻഡ്സ് പലർക്കും പലതായിരിക്കും. പഠിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല ലാപ്ടോപ്പ് ഏതാണ്, വീഡിയോ എഡിറ്റിംഗിന് നല്ല ലാപ്ടോപ്സ് ഏതാണ്, ഗെയിമിങ്ങിന് പറ്റുന്ന ലാപ്ടോപ്സ് ഏതാണ് നല്ലത്, വർക്കിംഗ് പ്രൊഫഷണലിന് പറ്റുന്ന ലാപ്ടോപ്പ് ഏതാണ്, അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കുന്നില്ല. പക്ഷേ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ മേടിക്കേണ്ട ലാപ്ടോപ്പ് മീറ്റ് ചെയ്തേക്കേണ്ട റിക്വയർമെന്റ്സ് ഏതൊക്കെയുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കണം നിങ്ങൾ ഇനി എന്തായാലും നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ് ആണ്. നിങ്ങളിപ്പം എങ്ങനത്തുള്ള ആളുകളായാലും നിങ്ങൾ ഇനി പ്രിഫർ ചെയ്യേണ്ട ലാപ്ടോപ്സ് എന്ന് പറയുന്നത് ഒരു 16 ഇഞ്ച് എബവ് വരുന്ന സ്ക്രീൻ സൈസ് ഉള്ള ലാപ്ടോപ്സ് പ്രിഫർ ചെയ്യാൻ നോക്കുക. അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നാളെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അത്ര സ്ക്രീൻ സൈസ് ഉള്ള ലാപ്ടോപ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് യൂസ് വരുന്നത്. കാരണം ചെറിയ സ്ക്രീൻ സൈസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഭയങ്കര ഷ്രിങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2-3 മണിക്കൂറൊക്കെ ചെയ്യേണ്ട ടാസ്ക് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് അത്രയും ഷ്രിങ്ക് ആയിട്ടൊരു സാധനം കാണുമ്പോഴേക്കും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയൊരു സ്ക്രീനിൽ ഒരു സാധനം കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് ഭയങ്കര മിനിമൽ ആയിട്ട് നിങ്ങൾ ഫോണിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും. ചെറുതാകുമ്പോൾ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും അത് വായിക്കാനോ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ വരും. പക്ഷേ വലിയ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര എഫേർട്ട് എടുക്കാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോർമലൈസ് വെച്ചിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ സൈസ് കൂടുതലുള്ള ലാപ്ടോപ്സ് നോക്കുക. പക്ഷേ ഒരുപാട് സ്ക്രീൻ സൈസിലേക്ക് പോകണം. 16, 17 അല്ലെങ്കിൽ 19 വരുന്ന ആ ഒരു സ്ക്രീൻ സൈസ് ഒക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതല്ലായിരിക്കും. 16 എബവ് അല്ലെങ്കിൽ 16 തന്നെ നല്ല കാര്യമാണ്. അതിന് താഴത്തുള്ളത് നോക്കാതിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CPU ആണ്. അപ്പോൾ CPU നിങ്ങൾ ഇനി ഒരു ലാപ്ടോപ്പ് നോക്കുമ്പോൾ i7 അല്ലെങ്കിൽ i9 അല്ലെങ്കിൽ Ryzen 7 അല്ലെങ്കിൽ Ryzen 9 അപ്പം ഈ സീരീസിലുള്ള നോക്കാം. അതായത് നമുക്ക് ഇന്റലും അതുപോലെ AMD ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട i7, i9 അല്ലെങ്കിൽ Ryzen നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം Ryzen 7 അല്ലെങ്കിൽ Ryzen 9. ഈ കാറ്റഗറിയിലുള്ള ലാപ്ടോപ്സ് നോക്കുക. അതിന് താഴത്തേക്കുള്ളത് ഇനിയുള്ള കാര്യത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ യൂസ് ഉണ്ടാവില്ല. കാരണം അത് നിങ്ങളുടെ മൊത്തം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജിനെയൊക്കെ ബാധിക്കാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട്. CPU കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് പറയാത്തത്. ഇനി നമുക്ക് മൂന്നാമത്തേതാണ് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റാം ആണ്. അപ്പോൾ റാം നിങ്ങൾ ഇപ്പം ഇനി നിങ്ങൾ അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും 8GB ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോഴേക്കും 16GB എങ്കിലും മിനിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന റാം ഉള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലാപ്ടോപ്സ് എടുക്കാനായിട്ട് നോക്കാം. അത് നിങ്ങൾ 16GB, 32, 64 വരെ ഉള്ളതൊക്കെ ഉണ്ട്. 12GB കൊടുക്കുന്ന ബ്രാൻഡ്സ് വളരെ കുറവാണ്. കുറച്ച് കമ്പനീസ് മാത്രമാണ് 12GB റാം പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെയാണ്. 12GB എടുത്താലും വിഷയം ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ എന്നാലും 16 ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു 2028 അല്ലെങ്കിൽ 2026 ഒക്കെ നിൽക്കുമ്പോൾ പോലും ആ ലാപ്ടോപ്സ് വേർത്ത് ആയിരിക്കും. ആ സമയത്തേക്ക് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര യൂസേജ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ലാപ്ടോപ്പ് മാറേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇത് നാലാമത്തെ വരുന്നത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. SSD, അതുപോലെ HDD, അതുപോലെ SSHD. അപ്പം ഇതിനകത്ത് ഞാൻ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള കാലത്ത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് SSD ഉള്ള സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്സ് എടുക്കാനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാസ്റ്റർ ആയിട്ട് ലോഡാകും, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധനം നിങ്ങൾ എടുത്തിട്ട് അത് പ്ലേ ആവാനായിട്ട് നിങ്ങൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് വല്ലപ്പോഴും ആണെങ്കിൽ ഓക്കെ. അത് ഡെയിലി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ഫാസ്റ്റർ ആയിട്ട് ലോഡ് ചെയ്യേണ്ട എന്തെങ്കിലും അത്രയും സ്റ്റോറേജ് ഉള്ള അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യാനായിട്ട് നിങ്ങൾ പാടുപെടേണ്ടി വരും. അപ്പം നിങ്ങൾ എപ്പോഴും സ്റ്റോറേജ് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അത്രയും വലിയ ലോഡിംഗ് കപ്പാസിറ്റി ഉള്ളത് പ്രിഫർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ SSD ഉള്ള ലാപ്ടോപ്സ് ഇനി നോക്കുക. SSHD കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഇനി 2 വർഷത്തിന് ശേഷമൊക്കെ അത് ഫുള്ളി ഔട്ട് ആവും. അപ്പോൾ നിങ്ങൾ SSD ഉള്ള ലാപ്ടോപ്സ് തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ്. ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹെവി ആപ്ലിക്കേഷൻസ് അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനിമേഷൻസ് അല്ലെങ്കിൽ 3D റെൻഡറിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഹൈ എൻഡ് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ ഫാസ്റ്റർ ലോഡിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് മിനിമൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലോഡായി പെട്ടെന്ന് നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാധനത്തിൽ തന്നെ ഇങ്ങനെ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് വേറെ ലാപ്ടോപ്പിൽ തീർക്കേണ്ട കാര്യങ്ങൾ ഈ ഫാസ്റ്റർ ലോഡിംഗ് അല്ലാത്ത ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത ലാപ്ടോപ്സിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ 2-3 മണിക്കൂർ നിങ്ങൾ ലോഡ് ചെയ്യേണ്ടി വരും. കാരണം എന്നാൽ മാത്രമായിരിക്കും ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് അത് റെൻഡർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസല്യൂഷൻ ആണ്. റെസല്യൂഷൻ നിങ്ങൾ ഇനി ഒരു കാലത്ത് 4K റെസല്യൂഷൻ ഉള്ള ലാപ്ടോപ്സ് തന്നെ എടുക്കാൻ നോക്കുക. അത് ഓൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുന്ന കാര്യമാണ്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും 4K ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കുറവാണ്. അത്ര ഹൈ ആൻഡ് പ്രൊഫഷണൽസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസിലേക്ക് നിങ്ങൾ ജസ്റ്റ് വർക്കിംഗ് ആവുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ 4K ലാപ്ടോപ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സിന് ശേഷം നോക്കുമ്പോൾ ആ ലാപ്ടോപ്സ് എല്ലാം ആ കാലഘട്ടത്തിൽ റെലവെന്റ് ആയിരിക്കും. ഇത് ഞാൻ പറയുന്ന വേറെ കൊണ്ടല്ല, നമ്മൾ ഒരിക്കലും ഫോൺ മാറുന്നത് പോലെ നമ്മൾ ഒരിക്കലും ലാപ്ടോപ്സ് മാറില്ല. ഫോൺ പോലും നമ്മൾ ഒരിക്കലും 1 വർഷം കൊണ്ട് മാറില്ല.
ഇപ്പോൾ ലാപ്ടോപ്സ് ഒരിക്കലും നമുക്ക് ഒരു 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ മാറുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊരിക്കലും നല്ല കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരു 4-5 ഇയേഴ്സ് എങ്കിലും മിനിമം നമ്മളൊരു കാലം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു ലാപ്ടോപ്സ് മേടിക്കാൻ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 4K റെസൊല്യൂഷനുള്ള ലാപ്ടോപ്സ് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ തണ്ടർബോൾട്ട് പോർട്സ് ഉള്ള ലാപ്ടോപ്സ് എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ലാപ്ടോപ്സിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ പോർട്സ് ഉണ്ടാവും. USB പോർട്ട്, അതുപോലെ C കേബിളിന്റെ പോർട്ട്, അതുപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന പോർട്ടുകൾ, SD കാർഡിന്റെ പോർട്സ്, ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ തണ്ടർബോൾട്ട് പോർട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ റാം കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് എല്ലാം ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ തണ്ടർബോൾട്ട് പോർട്സ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി ഒരു ലാപ്ടോപ്സ് എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ നോക്കണം. ആ കാര്യം ഞാൻ ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ലാപ്ടോപ്പ് ക്യാരി ചെയ്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര മിനിമലായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന മിനിമൽ വെയിറ്റുള്ള ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കോളേജ് കൊണ്ടുപോകേണ്ട ആളാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രാവൽ ചെയ്ത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ട ആളാണ്. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പ് എല്ലാ ദിവസവും ക്യാരി ചെയ്യേണ്ട ആളാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ്സ് എടുക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ലാപ്ടോപ്പ് ക്യാരി ചെയ്യാന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ ആവുന്നതാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ മിനിമൽ ആയിട്ടുള്ള ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് ചെയ്താൽ നോക്കുക. പക്ഷേ റിക്വയർമെന്റ്സ് നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെയും ഇരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം എങ്ങനത്തെ ലാപ്ടോപ്സ് ആണ് വേണ്ടത്, അതായത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ലാപ്ടോപ്പ് വേണോ, ലൈറ്റ് ഉള്ള ലാപ്ടോപ്സ് ആണോ വേണ്ടതെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇനി അടുത്ത കാര്യം നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ റിക്വയർമെന്റ് ആണുള്ളത്, നിങ്ങൾക്ക് ബാറ്ററി കപ്പാസിറ്റി ഒത്തിരിയുള്ള ലാപ്ടോപ്സ് ആണോ വേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നേരം വർക്ക് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടിൽ പോയി അല്ലെങ്കിൽ എയർപോർട്ട് വഴി നിങ്ങൾക്ക് ട്രാവൽ ചെയ്തൊക്കെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ ഒരിക്കലും നിങ്ങൾ കമ്പനി പറയുന്ന ഇത് നിങ്ങൾ നോക്കരുത്, ബിക്കോസ് അതൊരിക്കലും പല കമ്പനീസും 99% അത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ട യൂസർ റിവ്യൂസ് ആണ്. യൂസർ റിവ്യൂസ് നോക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്യേണ്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ അറിയണം, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ബാറ്ററിയുടെ കാര്യത്തിൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. കാരണം കമ്പനി പറയുന്നത് ഒരിക്കലും പല കമ്പനീസും മീറ്റ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂസർ റിവ്യൂസ് നോക്കിയിട്ട് ഇതിന് എത്ര ലോങ് സ്റ്റാൻഡ് കിട്ടാറുണ്ട്, എത്ര നാൾ അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി കിട്ടാറുണ്ട്. പിന്നെ പല ലാപ്ടോപ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും പല പെർഫോമൻസും കിട്ടുക, മാക് ഒഴിച്ച് ബാക്കി എല്ലാ ലാപ്ടോപ്സിനും. പല കമ്പനീസിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എല്ലാ കമ്പനിയും എടുത്ത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ ലാപ്ടോപ്പ് മേടിക്കുന്നതിന് മുമ്പ്. അത് ഈ 2024 നിങ്ങൾ ഇതെല്ലാം മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പല വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കിട്ടിയത് വരില്ല. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഓരോ വർക്കിന് ഏതൊക്കെ ലാപ്ടോപ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ലാപ്ടോപ്പ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക, ഏതൊക്കെ ലാപ്ടോപ്സ് ആണ് ഏതൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ലാപ്ടോപ്പ് വേറെ കമ്പാരിസൺ വീഡിയോസ് ചെയ്യണം, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പറയാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.